എന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെയും ജീവന് ഭീഷണിയുണ്ട്. ബാക്കി എൻ്റെ ചേട്ടയെ പറയും. ഞാൻ ഇത്രയും കാലം ഈ ലോകത്തോടൊന്നും പറഞ്ഞിട്ടില്ല, ഈ ജനങ്ങളോട് പറഞ്ഞിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. ഇന്നേ വരെ ഒരു ലൈവിലോ കാര്യങ്ങളോ വന്നിട്ടില്ല. 14 വയസ്സുള്ളപ്പോൾ ഈ കുട്ടീനെ ഒരു സ്വകാര്യ ഭാഗത്ത് പടവലങ്ങയൊക്കെ കുത്തി കയറ്റുക എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം കേൾക്കണേ. 1 വർഷം പീഡിപ്പിച്ച് ഈ വ്യക്തി സുഖമായിട്ട് റോട്ടിൽ കൂടെ ഇറങ്ങി നടക്കുന്നു. സംഭവം എന്താണെന്ന് ഇതിനോടകം എല്ലാവരും കണ്ടിട്ടുണ്ടാവും വിചാരിക്കും. ഒരു ലോകത്ത് താമസിക്കുന്ന തുഷാർ എന്നൊരു വ്യക്തി കുറച്ച് മുമ്പ് ഒരു 15 മിനിറ്റിന്റെ ഒരു ലൈവ് വന്നിട്ടുണ്ടായിരുന്നു. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആള് പറഞ്ഞ 15 മിനിറ്റിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ചുരുക്കി പറഞ്ഞുതരാം. സ്വന്തം മകളെ പോലെ കാണേണ്ട ഒരു കൊച്ചിനെ, അതും 2 വയസ്സായ ഒരു പെൺകുട്ടീനെ, ആ കൊച്ചിനോട് സ്വന്തം രണ്ടാനച്ഛൻ കാണിച്ച വൃത്തികേട്, അതും പടവലങ്ങിയ പോലത്തെ ഒരു സാധനം ജനനേന്ദ്രിയത്തിൽ കുത്തിക്കയറ്റുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ക്രൂരമായിട്ടുള്ള ഒരു പീഡനങ്ങളാണല്ലേ, എത്ര വൃത്തികെട്ട പരിപാടികളാണല്ലേ. ഈ രണ്ടാനച്ഛൻ്റെ കയ്യിൽ നിന്ന് ഈ 2 വയസ്സായ ഒരു കുട്ടിക്ക്, ആൾക്ക് വലുതായി, ഈ 2 വയസ്സായ സമയത്ത് ഈ അനുഭവം എത്രത്തോളം ക്രൂരമായിട്ടുള്ള അനുഭവങ്ങളാണല്ലേ ഈ കുട്ടിക്ക് അനുഭവിക്കേണ്ടി വന്നത്. ഇവനെയൊക്കെ കേസെടുത്ത് ജയിലിൽ അയക്കല്ല വേണ്ടത്. ക്രൈം പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. അതുകൊണ്ട് വീഡിയോയിൽ കുറെ കാര്യങ്ങൾ പറയുന്നതിൽ ഒരു റെസ്ട്രിക്ഷൻസ് ഉണ്ട്, അതുകൊണ്ട് പറയാതിരിക്കുക. പോസ്കോ കേസ് ചുമത്തിയിട്ട് ഇയാളെ അറസ്റ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇയാൾ അതിൽ നിന്നൊക്കെ ജാമ്യം എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പോസ്കോ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടികൾക്ക് എതിരായിട്ട് നടക്കുന്ന ലൈംഗിക അതിക്രമങ്ങളും പിന്നെ അതേപോലെ തന്നെ പീഡനങ്ങളും അതൊക്കെ ആണ് ഈ പോസ്കോ കേസ് ഫയൽ ചെയ്യുക. ആ ക്രൈമുകളൊക്കെ ചെയ്യുന്ന ആൾക്കാരുടെ എതിരെയാണ് ഈ പോസ്കോ കേസ് ഫയൽ ചെയ്യുക. അതെന്ന് പറഞ്ഞാൽ ജാമ്യമില്ലാത്ത കേസാണ്. എന്നിട്ട് വരെ ഇയാൾ ജാമ്യം എടുത്തിട്ട് പുറത്തിറങ്ങുന്നുണ്ടെങ്കിൽ അയാളുടെ ഒരു പിടിപാട് എന്താണെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കും. ഇവിടെ തുഷാർ പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്ക് നന്നേ ചെറുപ്പത്തിൽ തന്നെ ആളുടെ LKG പഠിക്കുന്ന പ്രായത്തിൽ തന്നെ ആളുടെ അച്ഛനെ നഷ്ടപ്പെട്ടു. അവിടെ നിന്ന് തുടർന്ന് ആളുടെ വിദ്യാഭ്യാസമായാലും ആളുടെ പഠിത്തമായാലും ഫുള്ള് ആളെ വളർത്തി വലുതാക്കിയത് സ്വന്തം അമ്മയാണ്. അതിൻ്റെ ഇടയിൽ നാട്ടുകാരുടെ മാനസിക രോഗി എന്നുള്ള ഒരു വിളിപ്പേര് കാരണം സ്വന്തം പെങ്ങളെ ആത്മഹത്യ ചെയ്തു. ഈ സാഹചര്യത്തിലൂടെ ഒക്കെ വളർന്ന ഒരു വ്യക്തിയാണ് തുഷാർ. അവിടുന്ന് വലുതായി അവിടുന്ന് നല്ലൊരു ജോലിയൊക്കെ കിട്ടി, അവിടുന്ന് നല്ല രീതിയിൽ ഏവിയേഷനൊക്കെ പഠിച്ചിട്ടൊക്കെയാണ് ഇദ്ദേഹം സ്വന്തം കുടുംബം പുലർത്തിയിരുന്നത്. അവിടുന്ന് സ്വന്തം മകനൊരു കല്യാണം ആവണമെന്നൊക്കെ വിചാരിച്ചിട്ട് സ്വന്തം അമ്മ അനാഥാലയത്തിൽ നിന്ന് ഒരു പെൺകുട്ടിയെ കണ്ടെത്തുകയും ഇവർ തമ്മിൽ ഇഷ്ടമാവുകയും തുടർന്ന് ഒരു വിവാഹം ഒക്കെ നടത്താനായിട്ട് തീരുമാനിക്കുകയും ചെയ്തു. അതിനോട് സംബന്ധിച്ചിട്ട് അതൊക്കെ അറിഞ്ഞതിന് ശേഷം ഈ പെൺകുട്ടിയുടെ അമ്മ, തള്ള എന്ന് വിളിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ, ഈ പെൺകുട്ടിയുടെ തള്ള വന്നിട്ട് അമ്മ എന്ന് വിളിക്കാനായിട്ട് ഈ സ്ത്രീനെ തോന്നുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞത്. ഈ തള്ള വന്നിട്ട് ഈ പെൺകുട്ടീനെ ഈ ഉപദ്രവകാരിയായ ഈ രണ്ടാനച്ഛൻ്റെ അടുത്ത് പിന്നെയും കൊണ്ട് ആക്കുകയാണ്. ആ തള്ളയുടെ ഒരു മാനസിക വൈകല്യം എന്താണെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഇത്രയും ക്രൂരതകളും ഇതൊക്കെ അനുഭവിച്ച ഈ പെൺകുട്ടീനെ വീണ്ടും അയാളുടെ അടുത്തേക്ക് കൊണ്ടാക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ക്രൂര മനസ്സുള്ള ആൾക്കാർക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. എന്നിട്ട് അവിടെ നിന്ന് ഈ രണ്ടാനച്ഛൻ്റെ അവിടെ നിന്നുകൊണ്ട് ഈ കുട്ടി വളരെ വിഷമത്തിൽ എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല, അയാളെ ഉപദ്രവിക്കുന്നൊക്കെ പറഞ്ഞിട്ട് തുഷാറിനെ വിളിച്ച് സംസാരിക്കുകയാണ്. പിന്നെ അവിടെ നിന്ന് തുഷാർ വന്ന് ഈ കുട്ടീനെ ആ വീട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോവുകയും തുഷാറിന്റെ അമ്മയും വന്നിട്ടാണ് ഈ കുട്ടീനെ വീട്ടിൽ കൂട്ടിക്കൊണ്ടുപോകുന്നത്. കൂട്ടിക്കൊണ്ടുപോയതിനു ശേഷം ഈ പെൺകുട്ടിയുടെ തവ വന്നിട്ട് കേസ് കൊടുക്കുകയാണ്, പെൺകുട്ടീനെ കാണാനില്ല എന്നിട്ട്. അങ്ങനെ ഇവർ രണ്ടുപേരും സ്റ്റേഷനിൽ കീഴടങ്ങുകയും തുടർന്ന് ഇവർ രണ്ടുപേരും പ്രായപൂർത്തി ആയതുകൊണ്ട് ഈ കേസ് നിലനിൽക്കില്ല എന്നുള്ളത് കൊണ്ട് മാത്രം ഇവരെ വിട്ടയക്കുകയാണ്. പിന്നെ അവർ അവിടെ നിന്ന് കല്യാണം കാര്യങ്ങളൊക്കെ കഴിക്കും. എന്തൊരു നല്ല പ്രവർത്തിയാണല്ലോ ഇയാൾ ഈ തുഷാർ എന്ന് പറഞ്ഞൊരു വ്യക്തി ചെയ്തത്. ഒരു അനാഥയായ പെൺകുട്ടീനെ ഏറ്റെടുക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു പുണ്യപ്രവൃത്തി തന്നെയാണ്. അപ്പോൾ അങ്ങനെ ചെയ്ത് കല്യാണമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ കുറച്ച് നാളിങ്ങനെ പോകുമ്പോഴാണ് ജോലിയൊക്കെ കിട്ടി. ആൾ വിദേശത്ത് ഏവിയേഷനൊക്കെ പഠിച്ചിട്ട് വിദേശത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് ഈ പെൺകുട്ടിക്ക് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. രാത്രി കിടക്കുമ്പോൾ ഓളിട്ട് കരയുക, അങ്ങനത്തെ കുറേ, പിന്നെ സ്നേഹം വരുമ്പോൾ എക്സ്ട്രീമായിട്ട് സ്നേഹിക്കുക, അങ്ങനെയൊക്കെ വന്നപ്പോൾ തുഷാർ പെൺകുട്ടിയിൽ ചോദിച്ച് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയപ്പോഴാണ് ഇങ്ങനെ രണ്ടാനച്ഛൻ്റെ കയ്യിൽ നിന്നുള്ള ഉപദ്രവങ്ങളും കാര്യങ്ങളൊക്കെ നേരിട്ടുണ്ടെന്നൊക്കെ മനസ്സിലാക്കുന്നത്. പിന്നെ തുഷാർ അവിടെ നിന്ന് ജോലി ഉപേക്ഷിച്ച് ഈ പെൺകുട്ടീനെ ഒരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കുമ്പോഴാണ് സൈക്കാട്രിസ്റ്റാണ് പറയുന്നത് ഈ കുട്ടിക്ക് ഒരു ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറഞ്ഞൊരു അസുഖം ഉണ്ട്. അത് ചെറുപ്പത്തിൽ ഇങ്ങനെ ഒരു മെന്റലി ടോർച്ചറിങ് കാര്യങ്ങളും ലൈംഗിക ചൂഷണത്തിനൊക്കെ ഇരയായി പെൺകുട്ടി മാനസികമായിട്ട് ഒരു ട്രോമ സ്റ്റേജിലേക്ക് എത്തുകയും എന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പോഴാണ് അറിയുന്നത് ഇദ്ദേഹം. അത് കഴിഞ്ഞിട്ട് തുടർന്ന് ഈ തുഷാർ എന്ന് പറഞ്ഞ വ്യക്തിക്ക് അവിടെ നാട്ടിൽ വിദേശത്ത് നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യം വന്നിട്ട് നാട്ടിൽ ഭാര്യയുടെ കൂടെ നിൽക്കുകയാണ് ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഇയാളുടെ ഉപദ്രവം തുടങ്ങിയിരിക്കുകയാണ് ഈ രണ്ടാനച്ഛൻ എന്ന് പറയുന്ന ഈ വ്യക്തി. ഇയാൾ വന്നിട്ട് ഇവരെ വീണ്ടും ശല്യം ചെയ്യുക, അങ്ങനെ കുന്നുകളയും അതാണ് നമുക്ക് പറഞ്ഞിട്ട് ഇങ്ങനെ ഭീഷണിപ്പെടുത്തുക. അപ്പോൾ ഇവരെല്ലാവർക്കും വേറെ വഴിയില്ല, പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ്റ് കൊടുക്കാന്നുള്ളത് വേറെ വഴിയില്ല. പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ്റ് കൊടുത്ത് പിറവത്ത് പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ്റ് കൊടുത്തപ്പോൾ അവർ പറയാണ് ഈ രണ്ടാനച്ഛൻ്റെ
കഴുകി കൊടുക്കുന്ന ആൾക്കാരായതുകൊണ്ട് അവർക്ക് കേസെടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാവുകയും അവിടെ നിന്ന് അവർ ഇറങ്ങി പോവുകയും ചെയ്തതാണ്. പിന്നെ അവർ കുറെ വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥരെയൊക്കെ ബന്ധപ്പെട്ടു. അവിടെ നിന്നൊക്കെ ഇവരെ റിജക്ട് ചെയ്ത് കളയായിരുന്നു. ഇവരുടെ ഒരു മാനസികാവസ്ഥ, ആ ചെറുക്കൻ്റെ ഒരു മാനസികാവസ്ഥ എന്ന് ആലോചിച്ചോളായിരുന്നു. വിദേശ രാജ്യത്ത് നിന്ന് നല്ലൊരു ജോലി ഉപേക്ഷിച്ച് നാട്ടിലേക്ക് വന്ന് നിൽക്കുക, ജോലിയും കൂലി ഇല്ലാണ്ട് അവൻ്റെ ഒരു ഡിപ്രഷൻ സ്റ്റേജിലേക്ക് അവനും ഇങ്ങനെ കടന്നു പോവുകയാണ്. പെങ്ങൾ മരിച്ചു, ആ ഒരു സ്റ്റേജിൽ കൂടെയൊക്കെയാണ് ഇവരൊക്കെ കടന്നു വന്നിട്ടുള്ളത്. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ഓരോ സന്ദർഭങ്ങൾ ഉണ്ടാകുമ്പോൾ മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇവനെ ഈ രണ്ടാനച്ചൻ എന്ന് പറയുന്ന ഈ ഗുണ്ട, ഇവന്റെ പേര് സലീഷ് എന്നാണ് പിറവം ആ ഭാഗത്തുള്ളത്. ഈ പിറവം ഭാഗത്തുള്ള ഒരു ആൺകുട്ടികളൊന്നും ഇല്ലേ ഇവനെയൊക്കെ കൈകാര്യം ചെയ്യാന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ ആലോചിക്കണം. പോലീസുകാർക്ക് നാടല്ലേ ഇതേപോലത്തെ ആൾക്കാരൊക്കെ താങ്ങി നടക്കാമെന്നാണ് എനിക്ക് എൻ്റെ മനസ്സിൽ അതാണ് ആദ്യം ഓടി വന്നൊരു ചിന്ത. ഇവരുടെ കുടുംബത്തിലൊക്കെ ആയിരിക്കണം ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായിരിക്കുന്നത്. അപ്പോഴാണ് ഇവർ ശരിക്കും പഠിക്കുള്ളൂ. നമ്മുടെ സിസ്റ്റം ശരിക്കും മാറ്റി എഴുതേണ്ട സമയം കഴിഞ്ഞു. നമ്മുടെ സിസ്റ്റം നല്ലതല്ല പറയണം, നല്ലതാണ്. പക്ഷെ ചില ഭാഗത്തൊക്കെ ഭയങ്കര പോരായ്മകളുണ്ട്. സിസ്റ്റത്തിൽ ഒരുപാട് പേർക്ക് നീതിയും കാര്യങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ട്. പക്ഷെ സിസ്റ്റം നിയന്ത്രിക്കുന്ന, അതായത് നിയമം കയ്യിലുള്ള ആൾക്കാർ വരെ നമുക്ക് പാവപ്പെട്ട ആൾക്കാരുടെ എതിരെ നിന്നിട്ട് ഇങ്ങനെ അവർക്ക് വേണ്ടി സംസാരിക്കാതെ ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥ, അത് എന്താ പറയുക, നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെയാണ് നടക്കുള്ളൂ. ഈ പയ്യൻ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഉണ്ടായ കാര്യങ്ങളൊക്കെ ഈ ലൈവ് വീഡിയോയിൽ പറയുന്നുണ്ട്. എന്നിട്ടും എവിടെ നിന്നും ഒരു സഹായം ഇല്ലാണ്ടായപ്പോഴാണ് ഇദ്ദേഹം ഫേസ്ബുക്ക് ലൈവിലൂടെ വന്നിട്ട് ആളുടെ അവസ്ഥ, ആരും സഹായിക്കാതെ ഇയാളുടെ ഒരു ഉപദ്രവം വീണ്ടും വീണ്ടും പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ തുഷാർ എന്ന് പറയുന്ന ആള് വളരെ വേദനിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഒരു 15 മിനിറ്റ് നമുക്ക് ഫുള്ള് കണ്ടുകൊണ്ടിരിക്കാനായിട്ടുള്ളൊരു മാനസികാവസ്ഥ, നമ്മളത് ഫുള്ള് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്കൊരു സങ്കടം വരും. അതേപോലത്തെ ഒരു ഇതിലാണ് ആള് പറയുന്നത് തന്നെ. അപ്പോൾ ഇത്തരം പ്രവൃത്തികളൊക്കെ ചെയ്യുന്ന ഒരാൾ, ഈ പോസ്കോ കേസിൽ വരെ അകപ്പെട്ട ഒരാൾ, ഇങ്ങനെ ക്രൂര കൃത്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാൾ ഇപ്പോഴും ജാമ്യത്തിൽ ഇറങ്ങി വിലസി നടന്നിട്ട് വീണ്ടും ഇതേപോലെ കാര്യങ്ങളൊക്കെ ചെയ്യാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, വായിലൊന്നും വരുന്നുണ്ട്. പക്ഷെ നമ്മുടെ നാട് ഇതായിപ്പോയി. അല്ലാണ്ട് ഇതിനെ പറ്റി ഒന്നും പറയാനില്ല. സഹോദര, നീ ആത്മഹത്യ ചെയ്യാൻ പോവാന്നൊക്കെ പറഞ്ഞിട്ട് ആ വീഡിയോയിൽ ലാസ്റ്റ് പറയുന്നുണ്ട്. സഹോദരൻ, നിങ്ങൾ ആത്മഹത്യയല്ലേ, നിങ്ങൾ ജീവിച്ച് കാണിക്കും, എല്ലാവരും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്, ഒട്ടും വിഷമിക്കണ്ട. ഇത്രയൊക്കെ തന്നെ എനിക്ക് പറയാൻ പറ്റുള്ളൂ. എല്ലാവരും അദ്ദേഹത്തിന് കൂടെ ഉണ്ടാവണം. മാക്സിമം ഷെയർ ആണ് ആ വീഡിയോ. വൃത്തികെട്ട രണ്ടാനച്ഛനെ ഉടനടി നിയമ നടപടികൾ നേരിടാനായിട്ടുള്ള സാഹചര്യം നമ്മൾ തന്നെ വരുത്തി കൊടുക്കണം. അപ്പോൾ ഇതൊക്കെ പറയാൻ തന്നെയാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നത്. അപ്പോൾ ശരി, അടുത്തൊരു വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ ബൈ.